നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. നമ്മുടെ മെഡിക്കൽ ഷോപ്പിലുണ്ടല്ലോ വെറും 50 രൂപയ്ക്ക് 10 എണ്ണത്തോളം നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഇവിയോന്റെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ പുരട്ടി നോക്കൂ. ഇപ്പൊ നിങ്ങളുടെ സ്കിന്നിൽ അൺഈവൻ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്, ഡാർക്ക് സ്പോട്സ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഡൾ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്, റിങ്കിൾസ് നന്നായിട്ടുണ്ട്, ഡൾ ആയിട്ടുള്ള ഒരു ഹെയർ ആണ്, എന്നീ പറയുന്ന എല്ലാ കാര്യത്തിനും നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വൈറ്റമിൻ ഇ വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന 7 മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ട്സ് എന്തൊക്കെയാണ്, ഏത് പ്രൊപ്പോർഷനിലാണ്, എത്ര പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ വീഡിയോയുടെ അവസാനം നമ്മുടെ സ്കിന്നിനും ഹെയറിനും പ്രോപ്പർ ആയിട്ടുള്ള വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ ശരിയായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം കൂടി പറയുന്നു. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോഴുള്ള ധാരാളം ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷെ ഇന്ന് ഞാനിവിടെ മെയിൻ ആയിട്ടുള്ള 7 ഗുണങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക. ചില ആളുകളുടെ കൈയും കാലൊക്കെ കാണാനായിട്ട് പറ്റും എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക. അതായത് കുറച്ച് മോയ്സ്ചറൈസർ നമ്മൾ തേച്ചാലും ഒരു കുറച്ച് നേരത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും കൈയും കാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഇതില് നമ്മൾ വെളിച്ചെണ്ണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഫാറ്റി ആസിഡ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫാറ്റി ആസിഡ് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകും. വൈറ്റമിൻ ഇയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വെക്കാനും ഇതിനൊരു കഴിവുണ്ട്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പാത്രങ്ങളൊക്കെ എപ്പോഴും നന്നായിട്ട് കഴുകുന്നവരാണ്, വെള്ളത്തിൽ എപ്പോഴും നന്നായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിൽക്കുന്നവരാണ്, ഈവൻ നിങ്ങളുടെ കയ്യും കാലൊക്കെ നന്നായിട്ട് എപ്പോഴും ഡ്രൈ ആയിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഈ വൈറ്റമിൻ ഇയുടെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും കോമ്പിനേഷൻ. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെയാണ് ആന്റി ഏജിങ് പ്രോപ്പർട്ടി. ഒരു 30 വയസ്സൊക്കെ കഴിയുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ സ്കിന്നിൽ കൊളാജന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറഞ്ഞു വരും. ഈ കൊളാജൻ നന്നായിട്ട് കുറയുമ്പോൾ തന്നെയാണ് സ്കിന്നിൽ ഫൈൻ ലൈൻസ് പോലെയുള്ള കാര്യങ്ങൾ, ചുളിവുകൾ നന്നായിട്ട് വരിക. സ്കിൻ നന്നായിട്ട് സാഗ് ചെയ്ത് വരുന്നത് ഈ കൊളാജൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിൽ വൈറ്റമിൻ ഇയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസിലും അതുപോലെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈവൻ നമ്മൾ വെളിച്ചെണ്ണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കൊളാജന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് യൂത്ത്ഫുൾ ആക്കി വെക്കാനായിട്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് സ്കിന്നിൽ കാണുന്ന പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്സ്, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ. പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ കൂടുതലായിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന സമയത്ത്, സൺ ടാൻ ഉണ്ടാകുന്ന സമയത്തും ഹോർമോൺസിന്റെ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ മുഖത്ത് ടാൻ ഒക്കെ അടിക്കും, അല്ലെങ്കിൽ ഹോർമോൺസ് വന്നിട്ട് പിമ്പിൾസ് ഒക്കെ വന്ന് പിമ്പിൾസിന്റെ മാർക്സ് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകൂലേ. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു മിക്സർ ഉണ്ടല്ലോ, വൈറ്റമിൻ ഇ അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള മെലാറ്റോണിന്റെ പ്രൊഡക്ഷനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ സ്കിൻ വളരെ അൺഈവൻ ആയിട്ട് നിൽക്കുകയാണ്, ചിലർ പറയാറുണ്ട് ഒരു കോംപ്ലക്ഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ഇന്നു മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ ഇന്നു മുതൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഫേസിൽ ആ ഒരു കോംപ്ലക്ഷനും ആ ഒരു ഗ്ലോയിങ്ങും പതുക്കെ പതുക്കെ തീർച്ചയായിട്ടും വരാനായിട്ട് നല്ലതാണ്. ഇനിയിപ്പോ നിങ്ങളുടെ ഉപ്പുറ്റിയുടെ ഭാഗത്ത് നന്നായിട്ട് വിള്ളൽ പോലെയുള്ള കാര്യങ്ങളുണ്ട്, ക്രാക്സ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ചിലരുടെ കാണാൻ പറ്റും കൈമുട്ടിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒരു ഡ്രൈനെസ്, ഈവൻ കാലിന്റെ മുട്ടിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും ചെറിയൊരു ഡ്രൈനെസ് പോലെ, ചിലരുടെ വിരലിന്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, കൂടുതലും വിന്റർ സീസൺ ഒക്കെ ആകുന്ന സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് പലരും പറയാറുണ്ട്. ഇവർക്കും ഈ ഒരു കോമ്പിനേഷൻ ബെസ്റ്റ് ആണ്. ഇതില് നമ്മുടെ വെളിച്ചെണ്ണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് ഡീപ്പായിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യും. അതുപോലെ വൈറ്റമിൻ ഇ നമ്മുടെ ക്രാക്കിങ്ങിനെ നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ യൂസ് ചെയ്യാനും കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അഞ്ചാമത്തെയാണ് മുടികൾക്ക്. ഇപ്പൊ നിങ്ങളുടെ മുടി നന്നായിട്ട് ഡൾ ആയിട്ടിരിക്കുകയാണ്, ഡാൻഡ്രഫിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഇ ഉണ്ടല്ലോ നമ്മൾ തലയിൽ പുരട്ടുന്ന സമയത്ത് നാച്ചുറലി അതൊരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഈവൻ കോക്കനട്ട് ഓയിലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ ലോറിക് ആസിഡിന്റെ ഒരു കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മുടിക്ക് നന്നായിട്ട് ഒരു ഷൈൻ കൊടുക്കാനും ആ ഡൾനെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും, ഈവൻ ഡാൻഡ്രഫിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ആറാമത്തെ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിലാണ് സൺബേൺ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ. ഇപ്പൊ നമ്മൾ പുറത്തേക്കൊക്കെ പോയി നന്നായിട്ട് സൺ ടാൻ ഒക്കെ അടിച്ചു, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പിഗ്മെന്റേഷനിൽ വൈറ്റമിൻ ഇയിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈവൻ കോക്കനട്ട് ഓയിലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂളിംഗ് പ്രോപ്പർട്ടിയും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സൺസ്ക്രീനിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ. നിങ്ങൾ വെയിലത്ത് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് SPF 30 അല്ലെങ്കിൽ SPF 50 എന്നുള്ള ഒരു സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഉപയോഗിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം.
പക്ഷെ നിങ്ങൾക്ക് കുറേ നേരം നിങ്ങൾ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് സ്കിന്നാകെ ഡാമേജ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഈ ഒരു മിക്സർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുരട്ടാം. എങ്ങനെ പുരട്ടാം എന്നുള്ള ഒരു കാര്യം ഞാൻ അവസാനം പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോ ഒരു യൂസസ് മാത്രമാണ് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു യൂസ് ആണ്, വരണ്ട ചുണ്ടുകൾക്കും അതുപോലെ തന്നെ കണ്ണിന്റെ ചുറ്റും കാണുന്ന ഡ്രൈനെസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ചില ആൾക്കാർ കാണാൻ പറ്റും എത്രത്തോളം ലിപ് ബാം യൂസ് ചെയ്താലും വീണ്ടും വീണ്ടും ചുണ്ട് വരണ്ട് വരുന്നത് കാണാനായിട്ട് പറ്റില്ലേ. നിങ്ങൾക്കും ഈ ഒരു കാര്യം യൂസ് ചെയ്യാം. പക്ഷെ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നല്ല, ലോങ് ടേമിൽ നിങ്ങൾ കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ആ ഒരു ക്രേക്കിനെസിനെ നന്നായിട്ട് കുറയ്ക്കാനും ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വളരെ നല്ലതാണ്. ഈവൻ കണ്ണിന്റെ അടിയിൽ ഡ്രൈനസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ സ്കിന്നിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പരമാവധി നിങ്ങൾ എക്സ്ട്രാ വെർജിൻ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ നിങ്ങൾ വാങ്ങാനായിട്ട് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിലും അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഒരു ബോട്ടിൽ വാങ്ങി തന്നെ കുറെ നാളുകൾ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. സ്പെഷ്യലി നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ വീട്ടിൽ കാച്ചിയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇത് പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ടീസ്പൂൺ ഉണ്ടല്ലോ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾ എടുക്കുക. അതിലേക്ക് ഒരു ക്യാപ്സ്യൂൾ ഇവിയോന്റെ ടാബ്ലറ്റ് ഉണ്ടല്ലോ മുറിച്ച് നമ്മൾ അതിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഓരോ ആഴ്ചത്തേക്കുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ഓരോ ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോ നിങ്ങളുടെ സ്കിന്നിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നവരാണ്, ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഗ്ലിസറിനും ആഡ് ചെയ്യാം കേട്ടോ. ഗ്ലിസറിനും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രാത്രി കിടക്കുന്ന സമയത്ത് കൈയിന്റെയും കാലിന്റെയും ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് എന്നും രാത്രി നിങ്ങൾ കിടക്കാനായിട്ടും കൂടി നോക്കി. ഇപ്പൊ നിങ്ങളൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടിക്കാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു മിക്സർ ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ, കണ്ണിന്റെ ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഫേസ് മസാജ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ, നന്നായിട്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. എന്നിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരാളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാം, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഓയിലി സ്കിൻ ഉള്ളവർ ഈ ഒരു കാര്യം വെച്ചിട്ട് കിടന്നുറങ്ങരുത് കേട്ടോ. കാരണം അത് പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഫേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഇല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം ഫേസ് വാഷ് ചെയ്യാനും കൂടി നോക്കുക. അടുത്തൊരു കണ്ടീഷനാണ് പിഗ്മെന്റേഷൻ. ഇപ്പൊ ഫേസിൽ നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, പിഗ്മെന്റേഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്, മുഖക്കുരു വന്നിട്ടുള്ള നല്ല പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ പാടുള്ള ഭാഗത്ത് മാത്രം നിങ്ങൾ പരട്ടിയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വിടാനായിട്ട് നോക്കുക. ഫുൾ ഫേസിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യണമെന്നില്ല. എവിടെയാണോ മാർക്സ് ഉള്ളത് അവിടെ മാത്രം പുരട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. കുറ്റിരി വിള്ളലും അല്ലെങ്കിൽ കാൽമുട്ടിന്റെയും കൈമുട്ടിന്റെയും ഭാഗത്തൊക്കെ ഡ്രൈ ആയിട്ടുള്ള ആളുകൾ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ കാലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പുറ്റിയുടെ ഭാഗത്ത് ഈ ഒരു മിക്സർ നന്നായിട്ട് പുരട്ടുക. കുറച്ച് കൂടുതലിട്ട് പുരട്ടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സോക്സ് ഇട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. ഇപ്പോ നമ്മുടെ കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും ഭാഗത്തൊക്കെ ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ടും കൂടി നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സ്കിൻ ബേൺ അല്ലെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നന്നായിട്ട് ടാൻ ഒക്കെ അടിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഡെയിലി ഉണ്ടല്ലോ നിങ്ങൾക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾ ഒന്നെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് അങ്ങനെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ അഗെയിൻ ഡ്രൈ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓയിലി സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. എഗെയിൻ കുറച്ചു നേരം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാം. അടുത്തതാണ് നിങ്ങളുടെ മുടികൾക്ക്. മുടികൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കണം. മുടി നന്നായിട്ട് ഡൾ ആണ്, അല്ലെങ്കിൽ ഡാൻഡ്രഫ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഹെയർ ഫോൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ടീസ്പൂൺ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുക. 2 ടീസ്പൂൺ 2 ക്യാപ്സ്യൂൾ നിങ്ങൾ ഇവിയോന്റെ ക്യാപ്സ്യൂളും കൂടി എടുക്കുക. ഈ 2 കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ചൂടാക്കരുത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ വേറൊരു പാത്രത്തിൽ ഈ എണ്ണ ഒഴിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ കൊണ്ട് കഴുകി കളയാവുന്നതുമാണ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ. അവസാനമായിട്ട് ചുണ്ടുകൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ആളുകൾ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി നിങ്ങൾ ചുണ്ടുകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം
ഒരു ടവലുകൊണ്ട് നന്നായിട്ട് വല്ലാതെ ഇങ്ങനെ ഉരയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് ഈ ഒരു കാര്യം പുരട്ടിയിട്ട് പതുക്കെ ഒന്ന് മൈൽഡ് ആയിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി മുഴുവനും കിടന്നുറങ്ങാവുന്നതും കൂടിയാണ്. അപ്പൊ വൈറ്റമിൻ ഇയും വെളിച്ചെണ്ണയും കോമ്പിനേഷൻ ചെയ്ത് പുരട്ടുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കും, അതുപോലെ ഏതൊക്കെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, ഓയിലി സ്കിന്നുള്ളവര് ഉപയോഗിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ സ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. പക്ഷെ ഞാൻ വല്ലാതെ റെക്കമെൻഡ് ചെയ്യില്ല, പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.